ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. CUT UG 2027 ഡൊമൈൻ കമ്പ്യൂട്ടർ സയൻസ് IP റിലേറ്റഡ് ആയിട്ടുള്ള മെഗാ മാരത്തൺ സീരീസിൻ്റെ ഡേ 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഡാറ്റാബേസ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ പറഞ്ഞു CUT UG 2027 ഡൊമൈൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IP വരുന്നത് 3 സെക്ഷനാണ്. അതിൽ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് സെക്ഷൻ എയും സെക്ഷൻ B1 ആണ് ആൻസർ ചെയ്യേണ്ടത്. അതുപോലെ IP സ്റ്റുഡൻസ് സെക്ഷൻ എയും സെക്ഷൻ B2മാണ് ആൻസർ ചെയ്യേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അത് കാണാത്ത ആളുകൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കുക. അതിൻ്റെ മാർക്കിംഗ് സ്കീം, അതുപോലെ പുതിയ ലേറ്റസ്റ്റ് വീഡിയോ എല്ലാം നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ ഡാറ്റാബേസ് കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പ് 25 MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുക. അതായത് പ്രീവിയസിൽ ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ CUTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമാറ്റിക് പ്രാക്ടീസിലെ കോമൺ ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ എ എന്ന് പറയുന്നത്. അതിലെ യൂണിറ്റ് 1 ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡാറ്റാബേസ് കോൺസെപ്റ്റ് എന്നാണ്. സോ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഞാൻ ഇതിൽ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് ഈ ടോപ്പിക്കിനെ പറ്റി അറിയാത്ത ആളുകൾക്കും അതുമായി റിലേറ്റ് ചെയ്തുള്ള കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോട് കൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നു. ഓക്കെ. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ടേം ഡേറ്റ റെഫേഴ്സ് ടു ഡാഷ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ദ ഇലക്ട്രോണിക് പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ, ഓപ്ഷൻ ബി ബേസിക് ഇൻഫർമേഷൻ, ഓപ്ഷൻ സി റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്, ഓപ്ഷൻ ഡി ബോത്ത് ആൻഡ് സി. ഓക്കെ. അപ്പോൾ ഡേറ്റ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ആണ് അല്ലേ. ഡാറ്റ മീൻസ് റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്. സോ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സിനാണ് ഡേറ്റ എന്ന് പറയുന്നത്. അതായത് ഒരു ഡാറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയുന്നു. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അതായത് ഒരു ഡേറ്റ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഒരു ഡേറ്റ നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇൻഫർമേഷൻ ആയിരിക്കും അല്ലേ. ഇൻഫർമേഷനാണ് മീനിങ് ഉണ്ടാവുക അല്ലേ. ഡാറ്റ എന്ന് പറയുന്നതിന് ഒരു മീനിങ് ഉണ്ടാവില്ല. അത് പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും. നമുക്ക് റിയൽ വേൾഡ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. റിയൽ വേൾഡ് എക്സാമ്പിൾ, രാജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള, സോറി, മീനിങ് ഫുൾ ഉള്ള ഒരു സാധനമല്ല. ഇത് ജസ്റ്റ് സിംപ്ലി എ നെയിം ആണല്ലേ. ഇതുപോലത്തെ സാധനത്തിന് നമുക്ക് ഡേറ്റ എന്ന് പറയാം. ഓക്കെ. ഇതിനൊരു മീനിങ് ഇല്ല, ഒരു പ്രോപ്പർ മീനിങ് ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു സെൻറ്റൻസ് ചെയ്യുന്നു, രാജു ഈസ് പ്ലേയിങ്. രാജു ഈസ് പ്ലേയിങ് എന്ന് പറയുമ്പോൾ ഇതിനൊരു മീനിങ് ഉണ്ടല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫർമേഷൻ. ഇതുപോലുള്ള മീനിങ് ഫുൾ ഡേറ്റനെ നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയും. ക്ലിയർ ആണല്ലോ. ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പോൾ ഡാറ്റ മീൻസ് റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. സോ വാട്ട് ഈസ് ഡേറ്റാബേസ്? സോ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഡാറ്റാബേസ്? നമുക്കറിയാം ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേറ്റഡ് ഡാറ്റ അല്ലെ. കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ ആണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ദറ്റ് കനോട്ട് ബി ആക്സസ്ഡ്, അപ്ഡേറ്റഡ് ആൻഡ് മാനേജ്ഡ്. സോ കളക്ഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ വിത്തൗട്ട് ഓർഗനൈസിങ്. Organized collection of data and information that can be accessed, updated and managed. So organized collection of data that cannot be updated. Okay. സോ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റയാണ്. ആ ഡാറ്റനെ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം അല്ലെ. DBMS സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഡാറ്റനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, SQL queries ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അപ്ഡേറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, റിട്രീവ് ചെയ്യാം, എല്ലാം പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞുണ്ടോ ഈ പോയിന്റിൽ ഫസ്റ്റ് പോയിന്റിൽ കനോട്ട് ബി ആക്സസ്ഡ് എന്ന് പറയുന്നുണ്ട്. കനോട്ട് ബി ആക്സസ്ഡ്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് അവേ പറയാം ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് റോങ് ആണ് അല്ലേ.
ഡാറ്റാബേസിലെ ഡാറ്റനെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ വിത്തൗട്ട് ഓർഗനൈസിങ്. സോ ഡാറ്റാബേസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്? ഡാറ്റാബേസ് എന്ന സാധനം എന്ന് പറഞ്ഞാൽ ഡാറ്റ ഓർഗനൈസ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ, അല്ലേ? ഇയേഴ്സ് ബാക്കിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫയൽസ് വെച്ചായിരിക്കുന്നു. ആ ഫയൽസ് എന്ന് പറയുന്നത് എന്താണ്? ഫയൽസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് അല്ല, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് വേയിലുള്ള സ്റ്റോറേജ് അല്ല അതിന്. അപ്പോൾ അതിൽ കുറേ ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഡാറ്റാബേസിലേക്ക് വന്നത്. അപ്പോൾ വിത്തൗട്ട് ഓർഗനൈസിങ് എന്നുള്ളത് വന്നുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് അവേ പറയാം ഇറ്റ് ഈസ് റോങ്. ഈ തേർഡ് ഓപ്ഷൻ നോക്കുക, ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ്, ഓക്കെ, അപ്ഡേറ്റഡ് ആൻഡ് മാനേജ്ഡ്. സോ കറക്റ്റ് ആൻസർ, ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ഓപ്ഷൻ ഡി നോക്കാം, ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ ദറ്റ് കനോട്ട് ബി അപ്ഡേറ്റഡ്. ഡാറ്റാബേസിലെ ഡാറ്റ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂലേ? SQL ഉപയോഗിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതിൽ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്താൽ കേട്ടോ. ഇനി ഓപ്ഷൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ബിഫോർ DBMS ഇൻഫർമേഷൻ വാസ് സ്റ്റോർഡ് യൂസിങ് ഡാഷ്. അതായത് DBMS എന്ന് പറയുന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, അല്ലേ? DBMS എന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെയ്താൽ ഇവിടെ DBMS എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ്, സോ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്? യൂസ് ടു മാനേജ് ആൻഡ് മെയിൻറ്റെയിൻ ദി ഡാറ്റാബേസ്. ഓക്കെ, സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു മാനേജ് ആൻഡ് മെയിൻറ്റെയിൻ ദി ഡാറ്റാബേസ്. ഓക്കെ, നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻ്റൊക്കെ ഞാൻ പറയുന്നത്. ഓക്കെ, യൂസ് ടു മാനേജ് ആൻഡ് മെയിൻറ്റെയിൻ ദി ഡാറ്റാബേസ്. അപ്പോൾ ഇവിടെ നോക്കാം, ഡാറ്റാബേസിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബിഫോർ DBMS ഇൻഫർമേഷൻ വാസ് സ്റ്റോർഡ് യൂസിങ് ഡാഷ്. ഡാറ്റാബേസിന് മുമ്പ് ഇൻഫർമേഷൻ എങ്ങനെയായിരുന്നു സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫയൽ സിസ്റ്റത്തിലായിരുന്നു, അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇയേഴ്സ് ബാക്കുള്ള ഓഫീസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫയൽസിലാണ്. അതായത് ഓരോ ഫയൽസിലാക്കിയിട്ട് അവർ റാക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് സെക്യൂരിറ്റി ഇല്ല, ഒരു സ്റ്റാൻഡേർഡ് വേ ഓഫ് സ്റ്റോറിങ് അല്ല. ഓക്കെ, ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്, അല്ലേ? ഈസി ആയിട്ട് നമുക്കൊരു പോയിന്റ് ഒന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഫയൽ സിസ്റ്റം, അതായത് ഏതൊരാൾക്കും ആ ഓഫീസിലേക്ക് കടന്നു വന്ന് ആ ഫയൽസിന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, അതിന് സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. അതൊക്കെ അതുപോലെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി, ഫയൽ സിസ്റ്റം ആയിരുന്നു മുമ്പ് ഉപയോഗിച്ചിരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. സോ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് DBMS? പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ എഴുതിയതല്ലേ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് DBMS? ഡാറ്റ ഓഫ് ബൈനറി മാനേജ്മെൻറ്റ് സിസ്റ്റം. ബൈനറി മാനേജ്മെൻറ്റ് റോങ് ആണ്, അല്ല. സോ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. സോ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സർവീസ് അല്ല, സർവീസ് അല്ല. ഡാറ്റ ബാക്കപ്പ് മാനേജ്മെൻറ്റ് സിസ്റ്റം റോങ് ആണ്. കറക്റ്റ് ആൻസർ എന്താണ്? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. DBMS എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5. സോ റിലേഷണൽ മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ. റിലേഷണൽ മോഡൽ, ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ റിലേഷണൽ മോഡലാണ്, അല്ലേ? DBMS റിലേഷണൽ മോഡൽ. എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? DBMSൻ്റെ കോൺസെപ്റ്റിൽ റിലേഷണൽ അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾസ് എന്നാണ് മീനിങ്. ടേബിൾസ് എന്താണ്? ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ടേബിളാണ്, അല്ലേ? ഡാറ്റാസ് ആർ സ്റ്റോർഡ്, നമുക്ക് മനസ്സിലാവുക, ഡാറ്റ ആർ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് in the form of okay in the form of tables. ഓക്കെ, ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേബിൾ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് ആണ്. എന്താണ് ടേബിൾ? ടേബിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതാം, കളക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളം, കളക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. ഓക്കെ, ഇത്രയും പോയിന്റ് മതി. അപ്പം നമുക്ക് നോക്കാം, റിലേഷണൽ മോഡൽ എന്ന് പറയുന്ന, അതായത് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ റിലേഷണൽ മോഡലാണ്. വാസ് ഡെവലപ്ഡ് ബൈ ഡാഷ്. ഏത് സയൻറ്റിസ്റ്റാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എഡ്ഗാർ ഫ്രാങ്ക് കോഡ്. ഓക്കെ, ഈസി ആയിട്ട് മനസ്സിലാക്കുക. കോഡ് എന്ന് പറയുന്ന ആളാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്.
ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇൻ ഡി ബി എം എസ് ആർ റെപ്രസെൻറ്റ്. ഇൻ ആർ ഡി ബി എം എസ് ആർ റെപ്രസെൻറ്റ്. സോ ഡി ബി എം എസ് എന്ന് നമ്മൾ പഠിച്ചു, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതിൽ ആർ എന്ന് പറയുന്നത് എന്താണ്? ഇത് റിലേഷണൽ ആണ് അല്ലേ. ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് റോസ് ആൻഡ് കോളം, അല്ലെങ്കിൽ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ടേബിൾസ് എന്നാണ്. ടേബിൾസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് ആണ്. ഓക്കെ, അപ്പം ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷണൽ എന്നാണ് അർത്ഥം. കറക്റ്റ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സി ഈസ് ദ കറക്റ്റ് ആൻസർ, റിലേഷണൽ. ക്ലിയർ ആണല്ലോ. ആർ മീൻസ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, എങ്കിൽ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. സോ ഇൻ റിലേഷൻ ടപ്പിൾ റെപ്രസെൻറ്റ് ഡാഷ്. ഓക്കെ, സോ ടപ്പിൾ റെപ്രസെൻറ്റ് ഡാഷ് എന്നാണ് ചോദിക്കുന്നത്. സിംഗിൾ സെൽ, സിംഗിൾ റോ, സിംഗിൾ കോളം, നൺ ഓഫ് ദി എബോവ്. സോ ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ടപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഒരു ടേബിൾ. ഓക്കെ, റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേബിൾ ആണല്ലേ. ഇപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ വരയ്ക്കുന്നു. ഈ ടേബിളിൽ ടേബിളിൽ ഒരുപാട് എന്തുണ്ടാവാം? റോസ് ഉണ്ടാവാം. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലുള്ള ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റനെയാണ് റോ എന്ന് പറയാം. അത് നിങ്ങൾ എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് വേർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഉണ്ടാവും. അതിനെ കോളം എന്നാണ് പറയാം. ഓക്കെ, ഇതിനെ കോളം എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് റോ? റോ എന്താണ്, കോളം എന്താണെന്നൊക്കെ ഒരുപാട് ചില ആളുകൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഓക്കെ, റോ അതായത് ഹൊറിസോണ്ടൽ ഉള്ള സാധനത്തിനെയാണ്, അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റനെ റോ എന്ന് പറയാം. ഇങ്ങനെ വേർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റനെ എന്താണ് പറയാം? ഇതിനെ പറയുന്ന പേര് കോളം എന്നാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഡാറ്റ ഇങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുക. റോ ആൻഡ് കോളം. ഇവിടെ റോ ഹെഡിങ് ഉണ്ടാവും, ഐ ഡി, നെയിം, ഏജ്, പ്ലേസ് എന്നൊക്കെ പറയുന്നത്. ആ ഡീറ്റെയിൽ ഞാൻ എഴുതുന്നില്ല. അങ്ങനെയുള്ള ഈ റോസിനെ പറയുന്ന പേരാണ് എന്ത്? റോസിനെ പറയുന്ന പേരാണ് ടപ്പിൾ എന്ന് പറയാം. ഓക്കെ, റോസിനെ പറയുന്ന പേരെന്താണ്? ടപ്പിൾ. ഓക്കെ, അപ്പോൾ ഈ ഓരോ റോനെ പറയുന്ന പേരെന്താണ്? ടപ്പിൾ എന്നാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, അതായത് സിംഗിൾ റോ. കണ്ടോ, സിംഗിൾ റോ. സോ റോസിനെ പറയുന്ന പേരെന്താണ്? ടപ്പിൾ. ഞാൻ ഇവിടെ എഴുതരാം. റോ ഇൻ എ റിലേഷൻ ഈസ് കോൾഡ് ടപ്പിൾ. ഓക്കെ, റോ ഇൻ എ റിലേഷനെ ടപ്പിൾ എന്നാണ് പറയുക. അപ്പോൾ കോളം ഇൻ എ റിലേഷൻ എന്താ പറയുക? കോളം ഇൻ എ റിലേഷൻ ഇവിടെ എഴുതിത്തരാം. ടപ്പിൾ എന്ന റോ ഇൻ എ റിലേഷൻ, റോ ഇൻ എ റിലേഷൻ ഈസ് കോൾഡ് ടപ്പിൾ. ഓക്കെ, അല്ലെങ്കിൽ കോളം ഇൻ എ റിലേഷൻ, കോളം ഇൻ എ റിലേഷൻ, കോളം ഇൻ എ റിലേഷൻ ഈസ് കോൾഡ് ആട്രിബ്യൂട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആട്രിബ്യൂട്ട്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടപ്പിളിന് എന്താണ് പറയാമെന്ന് അറിയില്ല. ടപ്പിൾ റെപ്രസെൻറ്റ് എ സിംഗിൾ റോ. സിംഗിൾ റോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇത്രയും കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റോ ഇൻ എ റിലേഷനെ പറയുന്ന പേരെന്താണ്? റോ ഇൻ എ റിലേഷനെ പറയുന്ന പേര് ടപ്പിൾ. കോളം ഇൻ എ റിലേഷൻ ആട്രിബ്യൂട്ട്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8. Restriction on data. See, restriction on the type of data that can be inserted into the table is, എന്നെ പറയുന്ന ഡാറ്റാബേസ് സ്കീമ എന്നാണോ, അല്ലെങ്കിൽ ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്നാണോ, ഡാറ്റാബേസ് കൺസ്ട്രെയിൻഡ് എന്നാണോ, ഡാറ്റാബേസ് കീ എന്നാണ്? റെസ്ട്രിക്ഷൻ എന്താണ്? ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഓൺ ദി ഡാറ്റ ആൻഡ് ദ ടൈപ്പ് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ ടു ദ ടേബിൾ. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതൊരു ടേബിൾ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ടേബിളിൽ ഒരുപാട് കോളം ഉണ്ട്. ഓക്കെ, just for example, column, first column id, second column name. Okay, name, and third column age. ഓക്കെ, അങ്ങനെ ഒരുപാട് കോളംസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കൺസ്ട്രെയിൻ സെറ്റ് ചെയ്യാം. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടീഷൻസ് എന്നുള്ളതിൻ്റെ പേരാണ് കൺസ്ട്രെയിൻസ്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ്. അതിനാണ് കണ്ടീഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഞാനൊരു കണ്ടീഷൻ സെറ്റ് ചെയ്യാണ്. എന്താണ് കണ്ടീഷൻ ചെയ്യുന്നത്? ഓൺലി നെയിം അല്ലേ. നെയിം എന്നുള്ള കൺസ്ട്രക്ഷൻ, അതായത് ഓൺലി നെയിം, ഓൺലി നെയിം ക്യാൻ ബി ഇൻസേർട്ടഡ്. നെയിം ക്യാൻ ബി ഇൻസേർട്ടഡ്. അതായത് ഇപ്പോൾ ഒരു യൂസറിനോട് നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് യൂസർ ക്യാൻ എൻ്റർ എനി വാല്യൂസ് അല്ലേ. നെയിം എന്നുള്ളത് ചിലപ്പോൾ അവർ 1 2 3 എന്നടിച്ച് റോങ് ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസ് ആ വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം.
അതിന് വേണ്ടിയിട്ട് നമ്മളതിനൊരു കൺസ്ട്രെയിൻസ്, നമ്മളൊരു കൺസ്ട്രെയിൻസ് അതിനെ പറയുന്ന പേരാണ് കണ്ടീഷൻ അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ്. ഓക്കെ, നമ്മൾ റെസ്ട്രിക്ഷൻസ് സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു കണ്ടീഷൻ സെറ്റ് ചെയ്യണം. എന്താണ്? അതായത് ഓൺലി ഇറ്റ് വിൽ ടേക്ക് നെയിം എന്ന് പറയുന്നത് നമ്മൾ വാർക്കാർ അല്ലെങ്കിൽ വാരിയബിൾ ക്യാരക്ടറായിട്ട് സെറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അത് ഒരിക്കലും ഇൻറ്റിജർ വാല്യൂ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ നമുക്ക് കണ്ടീഷൻസ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ നമ്മൾ പറയാം റെസ്ട്രിക്ഷൻസ് സെറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പേരെന്ന് പറയുന്ന പേരാണ് കൺസ്ട്രെയിൻസ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഡാറ്റാബേസ് കൺസ്ട്രെയിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് ഈ കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഡാറ്റാബേസിൻ്റെ ക്വറി എഴുതുമ്പോൾ ഇപ്പം ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ ഒരു ടേബിൾ ഞാൻ വരച്ചല്ലോ അല്ലേ? ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറി എന്താണ്? ക്രിയേറ്റ് ഐ ഡി ഇൻറ്റീജർ. ഓക്കെ, ഇവിടെ എനിക്കൊരു കൺസ്ട്രെയിൻ സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് നോട്ട് നൾ. നോട്ട് നൾ എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡി എന്ന് പറയുന്നത് ഒരിക്കലും നള്ളാവില്ല. ഓക്കെ, നൾ വാല്യൂ ഇൻസെർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? നോട്ട് നൾ. അതിൻ്റെ കൂടെ വേണമെങ്കിൽ എനിക്ക് സെറ്റ് ചെയ്യാം നോട്ട് നൾ യുണീക്ക്. നോട്ട് നള്ളാവരുത്, പിന്നെ യുണീക്ക് ആയിരിക്കണം. അതായത് ഐ ഡി ഈസ് യുണീക്ക് ഫോർ എവരി പേഴ്സൺ. അപ്പം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഈ സെറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഇങ്ങനെ നമ്മൾ കണ്ടീഷൻസ് റെസ്ട്രിക്ഷൻസ് സെറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കൺസ്ട്രെയിൻസ് എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ എഴുതാം. അതിന് പറയുന്ന പേരാണ് കൺസ്ട്രെയിൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. So, which of the following properties belong to the database? So, database in which of the following properties belong to the database? ഇപ്പോൾ ഏതാ നോക്കാം. അപ്പോൾ എ ഡാറ്റാബേസ് is a representation of some aspects of real would also call mini world അല്ലേ? ഡാറ്റാബേസിനെ അതായത് റിയൽ വേൾഡിൻ്റെ കുറേ കോൺസെപ്റ്റ് ആസ്പെക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സാധനമാണ് ഡാറ്റാബേസ്. അതിനെ മിനി വേൾഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്, കറക്റ്റ് ഓപ്ഷനാണ്. സോ ഓൾ സോറി ഇറ്റ് ഈസ് ഡിസൈൻഡ് ബിൽഡ് ആൻഡ് പോപ്പുലേറ്റഡ് വിത്ത് ഡാറ്റ ഫോർ സ്പെസിഫിക് പർപ്പസ്. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. കറക്റ്റാണ്. ഇറ്റ് ക്യാൻ ബി ഓഫ് എനി സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി. ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഏത് സൈസിലുള്ളതാവാം, ഏത് ടൈപ്പ് ഓഫ് കോംപ്ലക്സിറ്റി ഉള്ളതാവാം. കറക്റ്റാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ, ഈ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ, ഓൾ ഓഫ് ദി എബോവ്. ഇതാണ് കറക്റ്റ് ആൻസർ, ഓൾ ഓഫ് ദി എബോവ്. അതായത് മുകളിലെ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 10. So, Dash is responsible for authorizing access, monitoring its use, providing technical support, acquiring software and hardware resource. ഇതിൽ കുറേ 4 ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. എൻഡ് യൂസർ, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, ഓൾ ഓഫ് ദി എബോവ്. ഇതിൽ ആരാണ് റെസ്പോൺസിബിൾ ഫോർ ഓതറൈസിങ് ആക്സസ്? അല്ല യൂസറിലെ ഇപ്പോൾ ഡാറ്റാബേസിനെ സംബന്ധിച്ചോളം പല ലെവലിലുള്ള പെർമിഷനുള്ള യൂസേഴ്സ് ഉണ്ടാവും. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, പിന്നെ ഞാനൊരു ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ ടീച്ചർ എനിക്ക് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എൻ്റെ നേരെ ടോപ്പിലുള്ള എച്ച് ഒ ഡി എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് ആക്സസ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ആൾക്ക് കുറച്ചും കൂടി ആക്സസ് ഉണ്ടായിരിക്കും. അതിൻ്റെ മേലെ മാനേജർ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആസ് എ ടീച്ചർ ഒക്കെ എനിക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഐ ഡോണ്ട് നീഡ് ആൻ ആക്സസ് ഫോർ ആക്സസിങ് ദ ഫിനാൻഷ്യൽ റിലേറ്റഡ് ഡേറ്റ. ഓക്കെ, സ്റ്റുഡൻസിൻ്റെ മാർക്ക് റിലേറ്റഡ് ഡാറ്റ ഒക്കെ മാത്രമേ എനിക്ക് ആക്സസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഫിനാൻഷ്യൽ റിലേറ്റഡ് ഡാറ്റ, സോ മാനേജ് ഈ ഡാറ്റാബേസിൽ ഓൺലി ആക്സസ് ഫോർ പ്രൊവൈഡിങ് ആക്സസ് ഫോർ ഫിനാൻഷ്യൽ റിലേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓതറൈസേഷൻ ആക്സസ് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ യൂസ് മോണിറ്ററിങ് ഇറ്റ്സ് യൂസ് ആൻഡ് പ്രൊവൈഡിങ് ടെക്നിക്കൽ സപ്പോർട്ട്, അക്വയറിങ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ റിസോഴ്സ്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? എൻ്റെ യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന യൂസറാണ്. യൂസർ ഒരിക്കലും അല്ല അല്ലേ? അപ്ലിക്കേഷൻ പ്രോഗ്രാമർ എന്ന ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്, അവരുമല്ല. ഇതിൻ്റെ ഓതറൈസേഷൻ ആക്സസ് കൊടുക്കുന്നതും മോണിറ്റർ ചെയ്യുന്നതും, അതായത് ഇതിൻ്റെ വർക്കിംഗ് മോണിറ്റർ ചെയ്യുന്നതും പിന്നെ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അല്ലെങ്കിൽ ചില എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഓപ്ഷൻ തരിക, ഡി ബി എന്നായിരിക്കും അല്ലേ? രണ്ടും കറക്റ്റാണ്. ഡി ബി എൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇത്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒറാക്കിൾ ഡി ബി എ. ഒറാക്കിൾ ഡി ബി എന്നാൽ ഒറാക്കിൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഇത് നല്ലൊരു നിങ്ങൾക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി ഒക്കെ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറാക്കിളിൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്തൊരു
പോകാൻ പറ്റുന്ന ഒരു ജോബിൻ്റെ ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു മേഖലയാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അല്ലേ, ഒരു കമ്പനീനെ സംബന്ധിച്ചോളം അതിൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലേ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു ടോപ്പ് ബാങ്ക് എടുത്തോളൂ. ആ ബാങ്കിന് ഒരു ജസ്റ്റ് ഇഫ് ദേ ലോസ് 5 minutes or 10 minutes ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് മില്യൺസ് ഓഫ് ലോസസ്. അല്ലേ, അത്രയും ഡാറ്റ ചെറിയൊരു ഒരു ടൈം സ്ലോട്ടിലെ ഡാറ്റ മിസ്സായി തന്നെ അവർക്ക് ബിഗ് ലോസസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ജോബ് മേഖലയാണ്. ഞാൻ അതിൻ്റെ കൂടെ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 11. സോ ഡാഷ് റൈറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ടു ഇൻട്രാക്ട് വിത്ത് ഡാറ്റാബേസ്. ഡാറ്റാബേസിനോടുള്ള ഈ ഡാറ്റാബേസായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നത് ആരാണ്? റൈറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ആരാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം എഴുതുന്നത്? സോ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. കറക്റ്റായി ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാം. ആപ്ലിക്കേഷൻ പ്രോഗ്രാം. എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ യൂസറാണ്, യൂസർ ഒരിക്കലല്ല. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ആക്സസ് മാനേജ് ചെയ്യുന്നു, അതിൻ്റെ മോണിറ്റർ ചെയ്യാനൊക്കെ ചെയ്യുന്ന ആളാണ് അഡ്മിനിസ്ട്രേറ്റർ. ഇത് ഞാൻ ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഇതാണ് ആൻസർ. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ക്ലിയർ ആണല്ലോ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Dash determines the requirement of end users and that developed a specification to meet these requirement. അല്ലേ, അതിൽ ആരാണ് ഈ എൻഡ് യൂസർ? ഇപ്പോൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊരു കമ്പനിക്ക് വേണ്ടി ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. അല്ലേ, അതിനെ നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് അവരെ റിക്വയർമെൻറ്റ് പഠിച്ചിട്ട് വേണം എൻഡ് യൂസേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡാറ്റാബേസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാരാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്? അത് സിസ്റ്റം അനലിസ്റ്റ് ആണ് ചെയ്യുന്നത്. സിസ്റ്റം അനലിസ്റ്റ്. ക്ലിയർ ആണല്ലോ. സോ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അല്ല, സിസ്റ്റം അനലിസ്റ്റ്. ഓക്കെ, സിസ്റ്റം അനലിസ്റ്റ് ആണ് ഇത് അനലൈസ് ചെയ്യുന്നത്. എന്തൊക്കെ ഇപ്പോൾ ഒരു ഡാറ്റാബേസ് നമ്മളൊരു കമ്പനിക്ക് വേണ്ടി സ്കൂളിന് വേണ്ടി ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്, ബേസിക് റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെ ടൈപ്പ് യൂസേഴ്സാണ്? ടീച്ചേഴ്സ്, അല്ലെങ്കിൽ അവിടുത്തെ മാനേജേഴ്സ്, അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ പാരൻസ്, ഇതുപോലുള്ള യൂസേഴ്സൊക്കെയാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും യൂസേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, അതിനൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡാറ്റാബേസ് വേണം. അപ്പോൾ ഈ റിക്വയർമെൻ്റ് ഒക്കെ എന്താണ്, എൻഡ് യൂസേഴ്സിൻ്റെ റിക്വയർമെൻ്റ് എല്ലാം അനലൈസ് ചെയ്യുന്നത് ആരാണ്? സിസ്റ്റം അനലിസ്റ്റ് ആണ്. സിസ്റ്റം അനലിസ്റ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. So question number 13. The user who use database for querying use the database for querying, modifying, generating report as per their needs. They are not concerned about the working and designing of the database is known as. എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? സോ ആരാണ് ഇവിടെ കറക്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു? ദ പേഴ്സൺ അല്ലെങ്കിൽ യൂസേഴ്സ് ഹു യൂസ് ദി ഡാറ്റാബേസ് ഫോർ കൊറിയിങ്. കൊറിയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യുന്നതിനാണ്. മോഡിഫൈ ചെയ്യാം, ജനറേറ്റ് ചെയ്യാം, അതിന് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. ആസ് പെർ ദെയർ നീഡ്സ്. ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദ വർക്കിംഗ് ആൻഡ് ഡിസൈനിങ്. ഇതൊന്നും അവരല്ല ചെയ്യുന്നത്, അവർ ജസ്റ്റ് യൂസ് ചെയ്യുന്നു. അല്ലേ, അവരെ കൊറിയിങ് ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മോഡിഫൈ ചെയ്യാൻ വേണ്ടി, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ആരാണ് യൂസ് ചെയ്യുന്നത്? അല്ലേ, എൻഡ് യൂസേഴ്സ്. സോ വി ആർ ദ യൂസേഴ്സ്. അല്ലേ, എൻഡ് യൂസേഴ്സ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. So limitation of using DBMS approach. So database management system എന്ന് പറയുന്ന അപ്രോച്ച് എൻ്റെ അതിൻ്റെ അപ്രോച്ചിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് ചോദിച്ചത്. ഹൈ കോസ്റ്റ്, സെക്യൂരിറ്റി ആൻഡ് റിക്കവറി ഓവർ ഹെഡ്. ഓക്കെ, ആൻഡ് ബോത്ത് എ ആൻഡ് സി ഓപ്ഷൻ നൺ ഓഫ് ദി അബോവ്. എന്താണ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനീനെ സംബന്ധിച്ചോളം ഡേറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലേ, സോ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒറാക്കിൾ എന്ന് പറയുന്ന ഡാറ്റാബേസ് എടുക്കുക. ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്രീ വെയർ അല്ല, യു നീഡ് ടു പേ ഫോർ ദിസ് ഡാറ്റാബേസ്. ഓക്കെ, യു നീഡ് ടു പേ ഫോർ ഇറ്റ്. ഇറ്റ്സ് നോട്ട് ഫ്രീ വെയർ. ഇറ്റ് ഈസ് നോട്ട് ഫ്രീ. സോ യു നീഡ് ടു പേ ഫോർ ഇറ്റ്. അപ്പോൾ എന്താണ് ഒരു കോസ്റ്റ്? കമ്പനി എന്ന് പറയുന്നത് കമ്പനിക്ക് ഒരു ഹൈ കോസ്റ്റ് ഇത് പർച്ചേസ് ചെയ്യണം. അല്ലെ, കമ്പനി ഹൈ കോസ്റ്റ് മാനേജ് ചെയ്യണം. ആൻഡ് സെക്യൂരിറ്റി ആൻഡ് റിക്കവറി ഓവർ ഹെഡ് എല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അതായത് ബോത്ത് എ ആൻഡ് ബി. ഹൈ കോസ്റ്റ് ഉണ്ടാവും, സെക്യൂരിറ്റി റിക്കവറി ഓവർ ഹെഡ് ഉണ്ടാവും. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ, ബോത്ത് എ ആൻഡ് ബി.
അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 15. സോ ഡാഷ് റൈറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ടു ഇൻറ്ററാക്ട് വിത്ത് ദി ഡാറ്റാബേസ്. ഓക്കെ, ഡാഷ് റൈറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ടു ഇൻറ്ററാക്ട് വിത്ത് ദി ഡാറ്റാബേസ്. ഓക്കെ, സോ ആരാണ് റൈറ്റ് ചെയ്യുക? ഡാഷ് റൈറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ടു ഇൻറ്ററാക്ട്, ഷെയറിംഗ് ഓഫ് ഡേറ്റ, ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാം ആൻഡ് ഡാറ്റ, സെൽഫ് ഡിസ്ക്രൈബിംഗ് നാച്ചർ ഓഫ് ദി ഡാറ്റ, നൺ ഓഫ് ദി അബോവ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡാഷ് റൈറ്റ്, ആരാണ് റൈറ്റ് ചെയ്യുക? ആപ്ലിക്കേഷൻ പ്രോഗ്രാം ടു ഇൻറ്ററാക്ട് വിത്ത് ഡാറ്റാബേസ്. അപ്ലിക്കേഷൻ പ്രോഗ്രാമർ ആണ് അല്ലേ? ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, ആപ്ലിക്കേഷൻ പ്രോഗ്രാം. നമ്മളിപ്പോൾ ഒരുപാട് സംഭവങ്ങൾ പഠിച്ചു. അതായത് എൻഡ് യൂസർ പഠിച്ചു, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ പഠിച്ചു, അതിന് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ പഠിച്ചു, സിസ്റ്റം അനലിസ്റ്റ് ഒക്കെ പഠിച്ചു. ഓക്കെ, യൂസറിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നതാണ് സിസ്റ്റം അനലിസ്റ്റ് അല്ലേ? ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആളെ പേരെന്നാണ് എൻഡ് യൂസർ. ഓക്കെ, ഇതെല്ലാം മാനേജ് ചെയ്യുന്നതും അതേമാതിരി അതിൻ്റെ യൂസ് എല്ലാം ട്രാക്ക് ചെയ്യുന്നതും അതിനെ മോണിറ്റർ ചെയ്യുന്ന എല്ലാവരാണ് DBMS ആണ്, അല്ലെ സോറി DBA, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ഇപ്പോൾ ഡാഷ് റൈറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ടു ഇൻറ്ററാക്ട് വിത്ത് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം അല്ല, ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ. ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ ക്ലിയർ ആണല്ലോ? ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, ആൻസർ ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം. സോ ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ ആണ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ. ഓക്കെ, അപ്പോൾ ഈ ആൻസർ ഇവിടെ തന്നിട്ടില്ല അല്ലേ? തന്ന ഓപ്ഷനിൽ ഈ ആൻസർ ഇല്ല. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. പക്ഷെ തന്നതിൽ ഈ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നൺ ഓഫ് ദി അബോവ്. നൺ ഓഫ് ദ ഡാഷ് റൈറ്റ് ആരാണ് എഴുതാന്നുള്ളത്? ആപ്ലിക്കേഷൻ പ്രോഗ്രാമറാണ് എന്ത് ചെയ്യുന്നത്? റൈറ്റ് ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. So question number 16. Which one of the following refers to copying of some data and occupying the memory space at multiple space? അതായത് സെയിം ഡാറ്റനെ മൾട്ടിപ്പിൾ സ്പേസിൽ എന്ത് ചെയ്യും? ഓക്യുപ്പൈ ചെയ്യും. അതായത് ഇങ്ങനെ ഒരുപാട് ഡാറ്റ, ഒരു സെയിം ഡാറ്റ തന്നെ മൾട്ടിപ്പിൾ പ്ലേസിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അത് റെപ്ലിക്കേഷൻ അല്ലേ? റെപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ അല്ലേ? അതിനെ പറയുന്ന പേര് റെപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ അല്ലേ? സെയിം ഡാറ്റനെ നമ്മൾ മൾട്ടിപ്പിൾ പ്ലേസിൽ എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്യാം. ഇത് വൺ ഓഫ് ദ ഡീമെറിറ്റ്സ് ഓഫ് ദി ഡാറ്റാബേസ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലൈസ് എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. നോർമലൈസേഷൻ, അതായത് റിഡൻഡൻസി കുറയ്ക്കുക. ഈ റെപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഇതിനെ പറയുന്ന പേര് റിഡൻഡൻസി എന്നാണ്. റിഡൻഡൻസി. ഓക്കെ, റിഡൻഡൻസി ക്ലിയർ ആണല്ലോ? റിഡൻഡൻസി പറഞ്ഞാൽ റെപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ. ഓക്കെ, ഇത് വൺ ഓഫ് ദ ഡീമെറിറ്റ്സ് ഓഫ് ഡാറ്റാബേസ് ആണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നോർമലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അതിനോട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എഴുതാണ് നോർമലൈസേഷൻ. ഓക്കെ, നമുക്ക് 1NF 2NF എന്നൊക്കെ പറഞ്ഞ നോർമലൈസേഷൻ്റെ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പം സെയിം ഡാറ്റ മൾട്ടിപ്പിൾ പ്ലേസിൽ സ്റ്റോർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ദറ്റ് ഈസ് ഡാറ്റ റിഡൻഡൻസി. ക്ലിയർ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 17. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ? നേരത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ടപ്പിൾ പഠിച്ചു അല്ലേ? ടപ്പിൾ പഠിച്ചു. അതുപോലെ ഞാൻ ആ സമയത്ത് നിങ്ങൾക്ക് ആട്രിബ്യൂട്ടും പറഞ്ഞു തന്നു അല്ലേ? അത് എന്ന് പറഞ്ഞാൽ സിംഗിൾ റോനെ പറയുന്ന പേരാണ് ടപ്പിൾ. സിംഗിൾ കോളത്തിനെ പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്. ഇവിടെ ചോദിക്കുന്ന നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ്, അതായത് നമ്പർ ഓഫ് കോളം ഇൻ എ റിലേഷൻ. റിലേഷൻ എന്ന് പറഞ്ഞാൽ ടേബിൾ ആണല്ലേ? നമ്പർ ഓഫ് ആട്രിബ്യൂട്ട് ഇൻ എ റിലേഷൻ. നമ്പർ ഓഫ് ആട്രിബ്യൂട്ടിനെ പറയുന്ന പേരാണ്, നമ്പർ ഓഫ് ആട്രിബ്യൂട്ടിനെ പറയുന്ന പേരെന്താ അറിയോ? നമ്പർ ഓഫ് ആട്രിബ്യൂട്ടിനെ പറയുന്ന പേര് ഡിഗ്രി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതിത്തരാം. അപ്പോൾ ഒരു ടേബിളിനെ സംബന്ധിച്ചോളം അതിൻ്റെ സിംഗിൾ റോ ആണെങ്കിൽ സിംഗിൾ റോനെ പറയുന്ന പേരാണ് ടപ്പിൾ. ഓക്കെ, സിംഗിൾ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടപ്പിളാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിൽ ഓരോ ടേബിളിലെ കോളത്തിനെ പറയുന്ന പേരാണ്, സിംഗിൾ കോളത്തിന് പേരെന്ന് പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്. ഇനി നമ്പർ ഓഫ് റോസ്, ഇപ്പോൾ ഒരു ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ടേബിളിൽ 5 റോസ് ഉണ്ടെങ്കിൽ അങ്ങനെ നമ്പർ ഓഫ് റോസിനെ പറയുന്ന പേരാണ് നമ്പർ ഓഫ് റോസ്. റോസിനെ പറയുന്ന പേരാണ് കാർഡിനാലിറ്റി. കാർഡിനാലിറ്റി. ഓക്കെ, ഈ നമ്പർ ഓഫ് കോളത്തിനെ പറയുന്ന പേരാണ് നമ്പർ ഓഫ് കോളം. നമ്പർ ഓഫ് കോളത്തിന് പറയുന്ന പേരാണ്
ഡിഗ്രി. ഓക്കെ, ഡിഗ്രീൻ്റെ സ്പെല്ലിങ് നോക്കണം. DEGRE എന്നാണ് കേട്ടോ, ഡിഗ്രി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായി സിംഗിൾ റോ. ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ടേബിൾ വരയ്ക്കാം. ഓക്കെ, ഒരു ടേബിൾ. ഈ ടേബിളിൽ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ 1 2 3 4 റോസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 4 റോസ് ഉണ്ടെങ്കിൽ ഇതാണ് റോ അല്ലേ. ഇതിനെ പറയുന്ന പേരാണ് റോ. മനസ്സിലാൻ വേണ്ടി വീണ്ടും എഴുതാണ് റോ. സാധാരണ റോവും കോളും ചില ആൾക്കാർക്കൊക്കെ ഡൗട്ട് വരാറുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എഴുതുന്നത് കേട്ടോ. ഇനി ഇതിൽ 1 2 ഓക്കെ 3 4 5 കോളംസ് ഉണ്ട്. ഇപ്പോൾ കോളത്തിനെ പറയുന്ന പേരെന്താണ്? ഇപ്പോൾ റോ എന്ന് വേണ്ട, ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ടപ്പിൾ. റോ എന്ന് പറഞ്ഞാൽ ടപ്പിൾ ആണ് അല്ലേ, ടപ്പിൾ. ഇത് കോളം എന്ന് പറഞ്ഞാൽ എന്താണ്? കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്രിബ്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ ആട്രിബ്യൂട്ട്. ഓക്കെ, ഈ നമ്പർ ഓഫ് റോസ് ഇതിൻ്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്ന പേരെന്താണ്? കാർഡിനാലിറ്റി ആണ് അല്ലേ, നമ്പർ ഓഫ് റോസ്. ഇത് എത്ര, ഇതിൻ്റെ കാർഡിനാലിറ്റി എന്താണ്? തന്നിരിക്കുന്ന ടാബിൻ്റെ കാർഡിനാലിറ്റി എന്താണ്? എത്ര റോ ഉണ്ട് നോക്കാം. 1 2 3 4. അപ്പോൾ ഇതിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് ദി എബൌട്ട് ടേബിൾ ഈസ് 4. കാർഡിനാലിറ്റി ഓഫ് ദി എബൌട്ട് ടേബിൾ എന്ന് പറയുന്നത് 4 അല്ലേ. 1 2 3 4. ഇനി ഡിഗ്രി എത്രയാണ് നോക്കാം. ഡിഗ്രി ഓഫ് ദി എബൌട്ട് ടേബിൾ. ഡിഗ്രി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. എത്ര കോളം ഉണ്ട് നോക്കാം. ഇവിടെ എണ്ണി നോക്കാം എത്ര കോളം ഉണ്ട്. 1 2 3 4 5. 5 കോളംസ് അല്ലേ. അപ്പോൾ ഡിഗ്രി ഓഫ് ദി ടേബിൾ എന്ന് പറയുന്നത് 5 എന്നാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സിംഗിൾ റോനെ പറയുന്ന പേരാണ് ടപ്പിൾ. സിംഗിൾ കോളത്തിനെ പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്. നമ്പർ ഓഫ് റോസ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് റോസ്, എത്ര റോസ് ഉണ്ടെന്നല്ലേ പറയുന്ന പേരാണ് കാർഡിനാലിറ്റി. പിന്നെ നമ്പർ ഓഫ് കോളംസിന് പറയുന്ന പേരാണ് ഡിഗ്രി. ഓക്കെ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ടോട്ടൽ നമ്പർ ഓഫ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് റോസ്, ടോട്ടൽ നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, സോ ഇതിൽ എത്ര റോസ് ഉണ്ട്? 1 2 3 4 റോസ്. അപ്പോൾ നമ്പർ ഓഫ് കാർഡിനാലിറ്റി ഓഫ് ദിസ് ടേബിൾ എന്ന് പറയുന്നത് 4 ആണ്. എത്ര കോളം ഉണ്ട്? 1 2 3 4 5 കോളംസ്. ഇപ്പോൾ ഡിഗ്രി ഓഫ് ദി ടേബിൾ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി. ക്വസ്റ്റ്യൻ ഒരു അറൗണ്ട് 25 ക്വസ്റ്റ്യൻ നമ്മൾ സിംഗിൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോളാണ്. ID എന്നുള്ള കോളമുണ്ട്, നെയിം എന്നുള്ള കോളമുണ്ട്, സിറ്റി എന്നുള്ള കോളുണ്ട്. വിച്ച് വൺ ഓഫ് ദീസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് പ്രൈമറി കീ? അതായത് നമുക്കൊരു ടേബിൾ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ടേബിൾ ഉണ്ട്. ടേബിളിൽ കൺസിഡർ ദി ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോളംസ് ആണ്. കോളം ഏതൊക്കെയാണ്? ID എന്നുള്ള കോളം ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ID. ഓക്കെ, പിന്നെ നമുക്കുള്ള അടുത്ത സെക്കൻഡ് കോളം എന്ന് പറയുന്നത് നെയിം എന്നാണ്. നെയിം എന്നുള്ള കോളം ഉണ്ട്. ഓക്കെ, നെയിം എന്നുള്ള കോളം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് കോളം എന്ന് പറയുന്നത് സിറ്റി എന്നുള്ള കോളാണ്. അപ്പോൾ സിറ്റി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്. നമ്മളതിന് കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 3 കോളുണ്ട്. അതിൽ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ കോളാണ്. വിച്ച് വൺ ഓഫ് ദീസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് പ്രൈമറി കീ? സോ പ്രൈമറി കീ ആയിട്ട് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യാം യുണീക്ക് വാല്യൂ ആണ്. ഇതിൽ യുണീക്ക് വാല്യൂ എന്തായിരിക്കാനുള്ള ചാൻസ്? ID ആണ്. എപ്പോഴും ID ആണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്തുകൊണ്ടാണ്? ID നെയാണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ റീസൺ എന്താണ്? ID എന്ന് പറയുന്നത് എപ്പോഴും യുണീക്ക് ആയിരിക്കും. നെയിം, ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സിംഗിൾ ക്ലാസ് എടുക്കുക. ഓക്കെ, ക്ലാസ് 12 അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിനെ പറ്റി ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിനെ നിങ്ങൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ആ ക്ലാസ്സിൽ നെയിം എന്ന് പറയുന്നത് ഒരേ നെയിമിൽ 2 കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ അർജുൻ എന്ന് പറയുന്ന 2 കുട്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ അലി എന്ന് പറയുന്ന 2 കുട്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരേ ഒന്നിൽ കൂടുതൽ കുട്ടികൾക്ക് ഒരേ പേരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് നെയിം എന്നുള്ളത് നമുക്ക് എന്താ ചെയ്യുക? പ്രൈമറി കീ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, സിറ്റി, ഇപ്പോൾ ഒരേ സിറ്റിയിൽ നിന്ന് വരുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവാം. അപ്പോൾ സിറ്റി എന്ന് പറയുന്നതും യുണീക്ക് അല്ല. അപ്പോൾ ഇതിൽ യുണീക്ക് ആയിട്ടുള്ളത് ID ആണ്. അല്ലെ, ഒരു സ്കൂളിനെ സംബന്ധിച്ചോളം ഒരു കുട്ടീൻ്റെ അഡ്മിഷൻ നമ്പർ ID എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യുണീക്ക് ആയിരിക്കും. നോ അതർ സ്റ്റുഡൻസ് ഹാവിങ് ദ സെയിം ID. 101 ജസ്റ്റ് ഫോർ എക്സാമ്പിൾ 101 എന്ന് പറയുന്നത് ആ സ്റ്റുഡൻസിൻ്റെ യുണീക്ക് ആയിട്ടുള്ള നമ്പറാണ് അല്ലേ. നോ അതർ സ്റ്റുഡൻസ് ഹാവിങ് ദ സെയിം അഡ്മിഷൻ നമ്പർ ഇൻ ദ സെയിം സ്കൂൾ. ഓക്കെ, അപ്പോൾ ആ സ്കൂളിൽ നോ അതർ സ്റ്റുഡൻറ്റ് ഹാവിങ് ദ സെയിം നമ്പർ. അപ്പോൾ ഇത് യുണീക്കാണ്. അപ്പോൾ ID എന്ന് പറയുന്നത് യുണീക്കാണ്.
ഇപ്പോൾ പ്രൈമറിക്കായിട്ട് ഇതിൽ ഏത് ഓപ്ഷൻ എടുക്കുക, നെയിമാണോ ഐ ഡി ആണോ സിറ്റി ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഐ ഡി. ഓക്കെ. സോ പ്രൈമറി കീ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കീ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് എ യുണീക്ക് കീ. unique unique key used for uniquely identifies tuples in a relation. ടപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട, എന്താണ് ടപ്പിൾ? റോ ആണ്. ഓക്കെ. അതായത് ഒരു റോനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി കീ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് ഈ റോ 101 നെയിം അർജുൻ, സിറ്റി കോഴിക്കോട്, അല്ലെങ്കിൽ സിറ്റി കേരള, അല്ല സോറി സിറ്റി കാലിക്കറ്റ്, അല്ലെങ്കിൽ സിറ്റി മലപ്പുറം, സിറ്റി കൊല്ലം, ട്രിവാൻഡ്രം, വട്ടവർ ഇറ്റ് ഈസ്, സിറ്റി കൊൽക്കത്ത. അപ്പോൾ അങ്ങനെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു റോനെ എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഐ നീഡ് കീ. ഓക്കെ. നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ എനിക്കിപ്പോൾ 101 എന്നുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ നമ്മൾ SQL ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എഴുതുക? നോർമലി ഇങ്ങനെയല്ല, നമ്മൾ സെലക്ട് എന്നുള്ള കീവേഡാണ് ഉപയോഗിക്കുക അല്ലേ. സെലക്ട്. ഓക്കെ. സെലക്ട് സ്റ്റാർ ഫ്രം, ഇപ്പോൾ നമ്മൾ ടേബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എന്നാണ് വിചാരിക്കുക. സ്റ്റുഡൻറ്റ് വേർ ID is equal to 101. Okay, semicolon. All the SQL statement terminated by using semicolon. Select സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർ എന്ന് പറഞ്ഞാൽ all the columns എന്നാണ് അർത്ഥം. സ്റ്റാർ, all the attributes. ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേബിൾ നെയിം ആണ്. ഓക്കെ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റോസ് എന്ത് ചെയ്യും? കംപ്ലീറ്റ് റോവിനെ പ്രിൻറ്റ് ചെയ്യും. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്, വേർ ID is equal to 101. ID is equal to 101 എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഫസ്റ്റ് റോ മാത്രമാണ്. അപ്പോൾ ഈ റോ മാത്രം പ്രിൻറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ ID is equal to 101. ഇപ്പോൾ എനിക്ക് രണ്ടാമത്തെ കുട്ടീൻ്റെ ആണ് വേണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? അങ്ങനെ എഴുതാം, സെലക്ട് ഓക്കെ സ്റ്റാർ ഫ്രം ടേബിളിൻ്റെ നെയിം സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് വേർ ID is equal to 102 സെമിക്കോളൻ. സെമിക്കോളൻ നിർബന്ധമായിട്ട് ഇടണം കേട്ടോ, ബിക്കോസ് ഓൾ ദ SQL സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ടെർമിനേറ്റഡ് ബൈ യൂസിങ് സെമിക്കോളൻ. ക്ലിയർ ആയല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 19. So which of the following considered as DBMS? SQL സെർവർ എന്ന് പറയുന്ന DBMS ആണോ? കറക്റ്റ് DBMS ആണ്. ഇതൊരു ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. MS ആക്സസ് എന്താണ്? നമ്മളെ മൈക്രോസോഫ്റ്റ് എൻ്റെ പാക്കേജിൻ്റെ അണ്ടറിലാണ് MS ആക്സസ്. അതൊരു ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. ഓറക്കിൾ അതും ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് അല്ലേ. മുകളിൽ തന്നിരിക്കുന്ന മൂന്നും ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 20. സോ എ ഡാറ്റാബേസ് മാനേജ് സിസ്റ്റം ഈസ് എ ഡാഷ്. ഇതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ, ജനറൽ സോഫ്റ്റ്വെയർ ആണോ, ബോത്ത് A and C ആണോ? ഓക്കെ. സോ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല അല്ലേ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഈസ് യൂസ് ടു റൺ ദ കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർസിനാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുക. അതായത് എക്സാമ്പിൾ വിൻഡോസ്, ഓക്കെ, ലിനക്സ്, മാക് OS ഒക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ. ആ ആപ്ലിക്കേഷൻ ഇത് ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ്ഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഇത് ഡാറ്റാബേസ് മാനേജ് ചെയ്യുക എന്നുള്ള ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസി ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഞാൻ പറഞ്ഞത് ഇതിലെ 250/250 വാങ്ങാനുള്ള സ്ട്രാറ്റജി നിങ്ങളിതിലെ എല്ലാ ഡേയ്സിലെ നമ്മൾ ഏകദേശം മോർ ദാൻ 12 എന്താണ് ഡേയ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിലെ മുഴുവൻ ഓരോ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ CUT എക്സാം കമ്പ്യൂട്ടർ സയൻസ് IP ഡൊമൈനിൽ നിങ്ങൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യും. 100% മൈ ഷുവർട്ടി. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് പോവാം. വിച്ച് ടൈപ്പ് ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഡാറ്റാബേസ്? ഡാറ്റാബേസിൽ ഏത് ടൈപ്പ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇമേജ് ഓറിയൻറ്റഡ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ഫയൽ കണ്ടെയ്നിങ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ഓഡിയോ ആൻഡ് വീഡിയോ സ്റ്റോർ ചെയ്യാൻ പറ്റും. കറക്റ്റ് ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ. ഡാറ്റാബേസിൽ മുകളിൽ പറഞ്ഞ എല്ലാ ഡാറ്റയും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓൾ ഓഫ് ദി എബോവ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 22. In which of the following format data is stored in the database manager? In which of the following format data is stored?
ഡാറ്റ ഏത് ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഇമേജ് ഫോർമാറ്റിലാണോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നത്. പ്രീവിയസ് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ചോദിക്കുന്നത്. ഇവിടെ ചോദിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോർമാറ്റ്, ഏത് ഫോർമാറ്റിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ടേബിൾ അല്ലേ? ഡാറ്റാബേസിൽ ടേബിൾ ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഡാറ്റാബേസിൽ ടേബിൾ ആയിട്ടാണ് ഡാറ്റ ബേസ് എന്ന റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേബിൾ ആണ് അല്ലേ? റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷണൽ എന്ന് പറഞ്ഞാൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾസ് ആണ് അല്ലേ? ടേബിൾസ്. അപ്പോൾ ടേബിൾ എന്നുള്ള ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 23. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് എ ഡാറ്റാബേസ്? തന്നിരിക്കുന്നതിൽ എന്താണ് ഡാറ്റാബേസിൻ്റെ ടൈപ്പ് അല്ലാതെ? ഹൈറാർക്കിക്കൽ. നമുക്ക് ഹൈറാർക്കിക്കൽ എന്ന് പറയുന്ന ഡാറ്റാബേസ് ഉണ്ടോ? ഉണ്ട്. നെറ്റ്വർക്ക് ഡാറ്റാബേസ് ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് ഉണ്ട്. ഡീസെൻട്രലൈസ്ഡ് അങ്ങനത്തെ ഡാറ്റാബേസ് ഇല്ല. കാരണം ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെൻട്രലൈസ്ഡ് ആണ്. ഡാറ്റ എല്ലാം ഇങ്ങനെ ഒരു പോയിന്റിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പം ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ നമ്പർ 24. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോട്ട് ആൻ അഡ്വാൻറ്റേജ്? നോട്ട് ആൻ അഡ്വാൻറ്റേജ്, അതായത് ഡാറ്റാബേസിൻ്റെ ഡീമെറിറ്റ്സ് ആണ് ചോദിക്കുന്നത്. നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഡി ബി എം എസ്. ഡാറ്റ റിഡൻഡൻസി, ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. ഡാറ്റ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണ്. ഡാറ്റ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണ്. നോട്ട് ആൻ അഡ്വാൻറ്റേജ്. ഓക്കെ. നോട്ട് ആൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡൻഡൻസി ആണ്. ഓക്കെ. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ. വൺ ഓഫ് ദി മെയിൻ ലിമിറ്റേഷൻ ആണെന്ത്? ലിമിറ്റേഷൻ ആണ് റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ ആണ് അല്ലേ? റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ. ക്ലിയർ ആണല്ലോ? അതായത് സെയിം ഡാറ്റ മൾട്ടിപ്പിൾ ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുക. എന്താണ് ഡ്യൂപ്ലിക്കേഷൻ? സെയിം ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ മൾട്ടിപ്പിൾ ലൊക്കേഷൻ. അപ്പോൾ എന്തുണ്ടാവും? മെമ്മറി വേസ്റ്റേജ് ഉണ്ടാവും. ഓക്കെ. മെമ്മറി വേസ്റ്റേജ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ്. നോട്ട് ആൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡാറ്റ റിഡൻഡൻസി. ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. സോ പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ക്യാൻ ബി നൾ, ക്യാൻ ബി ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്, സോ യുണീക്ലി ഐഡൻറ്റിഫൈ റെക്കോർഡ്സ് ഈസ് ഓപ്ഷൻ. പ്രൈമറി കീ ഒരിക്കലും ക്യാൻ ബി നൾ വാല്യൂവിനെ ആക്സെപ്റ്റ് ചെയ്യൂല. അതാണ് പ്രൈമറി കീ. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഇല്ല. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ യുണീക്കാണ്. ഈസ് ഓപ്ഷണൽ, അത് റോങ് ആണ്. ഓക്കെ. പ്രൈമറി കീ, ഒരു നല്ല ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പ്രൈമറി കീ സെറ്റ് ചെയ്യണം. യുണീക്ലി ഐഡൻറ്റിഫൈസ് ദ റെക്കോർഡ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. യുണീക്ലി ഐഡൻറ്റിഫൈസ് റെക്കോർഡ്. ഓക്കെ. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നള്ളാവാൻ പറ്റില്ല. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആ വാല്യൂസ് ആവാൻ പറ്റില്ല. ബിക്കോസ് പ്രൈമറി കീ ഓൾവേസ് യുണീക്ക് ആയിരിക്കണം. ഓക്കെ. പ്രൈമറി കീ എപ്പോഴും യുണീക്ക് ആയിരിക്കണം. ഓക്കെ. ഇത് നോട്ട് നള്ളായിരിക്കണം. പ്രൈമറി കീ നള്ളാവാൻ പാടില്ല. ഒരു ഗുഡ് ഡാറ്റാബേസിന് എപ്പോഴും നമ്മൾ പ്രൈമറി കീ സെറ്റ് ചെയ്യണം അല്ലേ? എപ്പോഴും നമ്മൾ പ്രൈമറി കീ സെറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ യുണീക്ലി ഐഡൻറ്റിഫൈസ് റെക്കോർഡ്. ഞാൻ എൻ്റെ ഡെഫിനിഷൻ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എഴുതുന്നുണ്ട്. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ഫോർ യുണീക്ലി ഐഡൻറ്റിഫൈസ് ടപ്പിൾസ് ഇൻ എ റിലേഷൻ. ഇപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഈ ക്വസ്റ്റ്യനുമായിട്ടുള്ള നമ്മൾ ചെയ്ത 25 ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. പിന്നെ നമ്മൾ ഇതുപോലുള്ള സീരീസ്, മെഗാ മാരത്തോൺ സീരീസ്, CUT UG 2027 ഡൊമൈൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IP നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളെ യൂട്യൂബ് ചാനലാണ്, CS ക്ലാസ്സസ് ബൈ അനീസ് സാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. CUTക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 12th കമ്പ്യൂട്ടർ സയൻസ് IP കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത് വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ഗുഡ് ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.